ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ ചില്ലി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. ചിക്കൻ ചില്ലി. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും പേസ്റ്റാട്ടോ അതിടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് എരിവൊക്കെ അല്ലെങ്കിൽ ചിക്കനും ബീഫൊന്നും രസം ഉണ്ടാവില്ല കേട്ടോ, കഴിക്കാൻ ടേസ്റ്റ് കുറവാകും. അത്യാവശ്യം ഉപ്പ് ഇടുന്നുണ്ട്. അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ടോ. പിന്നെ ഒരു സ്പൂണ്, കുഞ്ഞ് സ്പൂണാട്ടോ, അതുകൊണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടോ 2 സ്പൂൺ, അതും കുഞ്ഞ് സ്പൂണാട്ടോ. 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല 1 സ്പൂൺ ഇടുന്നുണ്ട്. വലിയൊരു സ്പൂണിന് 1 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇനി കോൺഫ്ലവർ ആട്ടോ ഇടുന്നത്. കോൺഫ്ലവർ ഒരു മുരുന്നനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവുകൊണ്ട് ഇട്ടത്, അല്ലെങ്കിലും ചില്ലി ഉണ്ടാക്കിയ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറുനാരങ്ങ നീര്, ചെറിയൊരു ചെറുനാരങ്ങ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ നീരൊന്നും എടുത്തിട്ട് അതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഉപ്പും പുളിയൊക്കെ കൂടിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് കൈയും കൊണ്ട് തിരുമ്മി വെക്കുക കേട്ടോ. ഉപ്പും പുളി എരിവും ഒക്കെ ആ മസാലയൊക്കെ അതിലൊന്ന് നന്നായിട്ട് പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പൊരിച്ചെടുക്കുമ്പോൾ. മീൻ കിട്ടാത്തത് കൊണ്ടുള്ള പരിപാടി ഇട്ടത്. ഇവിടെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ചിക്കൻ, പക്ഷെ മീനില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണ്ടേ, അപ്പം ചിക്കൻ ഇങ്ങനെ ചെയ്തതാട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ, ഉപ്പൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കണത് തന്നെ കാരണം, എന്നാലും ഞാൻ വെറുതെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു എന്ന് മാത്രം കേട്ടോ. അതിലൊരു മുളകിൻ്റെ എരിവ് കുറവാണ് തോന്നിയപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടു കേട്ടോ. കുഞ്ഞ് സ്പൂണാവുകൊണ്ട് അത്ര എരിവൊന്നുമില്ല. കൈ കൊണ്ട് നല്ല തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. മീൻ മേടിക്കാൻ പറ്റില്ല, മീൻ വരുന്നില്ല അതിനെ. ഇപ്പം മീൻ ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറാട്ടോ. മീനില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ, കാരണം കൈ കഴുകാൻ പോയപ്പോൾ വീഡിയോ ഓഫാക്കാൻ പോയി. അതുകൊണ്ട് കുറച്ച് സമയം ഈ ചട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ചിക്കൻ ചില്ലിയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കാക്കൂന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാക്കൂനെ വാങ്ങിക്കൊടുന്നു, പക്ഷെ കാക്കൂന് വലിയ ഇഷ്ടമൊന്നുമില്ല. മീൻ തന്നെ ഇഷ്ടം. അല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അതാ കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ, ഉപ്പും പുളിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, വേവിക്കുക. റെസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാനൊന്ന് നന്നായിട്ട് ഇതെടുത്തിട്ട് ചട്ടുക എടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ, എല്ലായിടത്തും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. പിന്നെ തണുപ്പുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ശരി. തണുപ്പ് കാരണം കളറില്ല. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് സ്റ്റവ് എപ്പോഴും ഒരുപാട് സ്പീഡിൽ, എന്ത് വെക്കുകയാണെങ്കിലും സ്പീഡിൽ കത്തിക്കരുത് കേട്ടോ. അത് കത്തിച്ച് കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് കരിഞ്ഞു പോകും, പുറമൊക്കെ കരിഞ്ഞു പോകും, ഉള്ളിട്ട് വേവില്ല. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് മൊരിഞ്ഞ് വരാൻ നേരത്ത് കുറച്ച് കറിവേപ്പില 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടിക്കോ. ടേസ്റ്റ് എപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും
സമയം ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് സമയം എടുത്ത് വേവിക്കണം, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. സ്പീഡിലാണ് കത്തിച്ചിട്ട് വെറുതെ കൊണ്ട് വേവിച്ചെടുത്താൽ അതിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അടുപ്പത്ത് വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പറയാം. സ്റ്റൗമ്മ വെച്ച ടേസ്റ്റ് കുറവാറ്, പക്ഷേ സ്റ്റൗമ്മ വെക്കുമ്പോൾ വെച്ചാൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് സമയം എടുത്ത് ചെയ്യുമ്പോൾ സ്പീഡിൽ കത്തിച്ച് കരിച്ച് മൊരിച്ചാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റേതായ സമയം എടുത്ത് ചെയ്താൽ അതിനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതാ ഫസ്റ്റ് ഇട്ടത് വെന്ത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ. ഞാൻ ലാസ്റ്റ് ചട്ടിയിലിട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ടോ. ലാസ്റ്റത്തെ ട്രിപ്പ് വെന്ത് കിട്ടുമ്പോഴത്തേനും അവിടെ ഒരാൾ ടേസ്റ്റ് നോക്കാൻ വന്നതാട്ടോ അത്. ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.